السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمرو بن العاص رضي الله عنهما عن النبي صلى الله عليه وسلم قال: الكبائر الإشراك بالله وعقوق الوالدين وقتل النفس واليمين والغموس. റവാഹു അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വൻ പാപങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ചെറു വിവരണമാണ് ഈ ഹദീസിലുള്ളത്. അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാൻ പറ്റും: അലാ ഉനബ്ബിയുക്കും ബി അക്ബറിൽ കബായിരി. ഞാൻ നിങ്ങൾക്ക് വൻപാപങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെ. സലാസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു. ഖുൽന ബലാ യാ റസൂലല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പറഞ്ഞു തന്നാലും. ഖാല അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈനി. ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയമില്ല, അതിൽ വലിയൊരു പാപമില്ല. സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം: യാ ബുനയ്യ ലാ തുശ്രികു ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ശിർക്ക് ചെയ്യരുത്, അത് വലിയ പാപമാണ്. ഇത് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. കാല മുത്തക്കിയാൻ, അതെങ്ങനെ ചാരിയിരിക്കുന്നു. റസൂൽ അങ്ങനെ ചാരിയിരിക്കുക. ഫജലസ, എന്നിട്ട് അവൾ നേരെ ഇരുന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു വൽ ഖൗലു സൂരി വശഹാദത്തു സൂർ. തെറ്റായ സംസാരവും കള്ളസത്യവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, വൻപാപങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ദ്രോഹിക്കുക. ഇന്നത് വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണുള്ളത്. ഒരു കാലഘട്ടത്തിൽ കണ്ണുരുട്ടി പേടിപ്പിച്ചും കൈ ഉയർത്തിയും ശബ്ദമുയർത്തിയും ഒക്കെ അടക്കി നിർത്തി അവനവന്റെ കാര്യം നേടാൻ വേണ്ടിയാണ് കൗമാരക്കാർ ശ്രദ്ധിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ഒരല്പം കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. കഴുത്തറുത്തും തലതകർത്തും കൊല നടത്തി അവനവന്റെ കാര്യങ്ങൾ വിജയിക്കുമെന്ന തെറ്റിദ്ധാരണയിൽ അവനവൻ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ എന്തിന്? വലിയൊരു ചോദ്യചിഹ്നമാണ് ഉള്ളത്. ഇന്ന് യുവസമൂഹം എത്തിപ്പെടുന്ന വലിയ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ പരിഹാരം ധാർമ്മികമായ ചിന്തയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുക. 2-3 സംഭവങ്ങളുണ്ട്, സമയപരിധി പാലിക്കുന്നു. ഒന്ന്, യുദ്ധരണാങ്കണത്തിലേക്ക് പോകാൻ വേണ്ടി വന്ന ഒരാളാണ്. റസൂൽ അയാളെ ബയോഡാറ്റ CV ഒന്ന് പരിശോധിച്ചു. വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ യുദ്ധത്തിന് വന്നിട്ട് ഷഹീദായാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു. റദ്ദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നീ മടങ്ങിപ്പോ, എന്നിട്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കും. മറ്റൊരു സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു മറുപടി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം: യാ റസൂലുള്ളാഹ്, മാ ഹഖുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള കടമ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഹുമാ ജന്നതുക വനാറുക. അവർ രണ്ടുപേരും നിന്റെ സ്വർഗമാണ് നരകവുമാണ്. ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തു. അവർ വഴി സ്വർഗത്തിലെത്താം, അവർ വഴി നരകത്തിലെത്താം. റമളാൻ തുടക്കത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പരിശുദ്ധമായ റമളാൻ കിട്ടിയിട്ടും മഗ്ഫിറത്ത് കിട്ടാത്ത ഒരുത്തന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. മറ്റൊന്ന്, മാതാപിതാക്കളെ കിട്ടിയിട്ടും സ്വർഗത്തിൽ പോകാത്ത ഒരുത്തന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, ലഅനത്ത് ഉണ്ടാകട്ടെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത്. ഇത് ഇത്തരമുള്ള എല്ലാവിധ ദുരാചാരങ്ങളെയും അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ ഹദീസിലൂടെ ഒതുക്കി നിർത്തുകയാണ് ചെയ്തത്. അതേ പറഞ്ഞു അൽ കബായിർ, വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യൽ തന്നെയാണ്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ഖുർആൻ പറഞ്ഞ ആ ഒരു ചട്ടക്കൂടൊക്കെ തകർത്തുകൊണ്ടാണ് മുന്നേറുന്നത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, അവരോട് കയർക്കുകയോ
ഉഫ് എന്ന അറബി പദത്തിന് മുഖം ഇങ്ങനെ നെറ്റിച്ചുളിയൂലേ, കണ്ണൊന്ന് ചെറുതാകൂലേ, മുഖം ഒന്ന് വക്രീകരിക്കൂലേ, അനിഷ്ടത്തിന്റെ അപ്രിയത്തിന്റെ ഒരു രൂപവും ഭാവവുമാണ് ആ ചെറുപദത്തിൽ നിന്നുള്ളത്. അതുപോലും മാതാപിതാക്കളോട് കാണിക്കരുത്. ഇത്ര ഗൗരവമുള്ള വിഷയം എന്നറിയും. ഒറ്റ കാരണം പറഞ്ഞോണ്ട് അവസാനിപ്പിക്കാം. നേരം വെളുത്ത്, അതായത് നേരം പുലരുന്നതിന് മുമ്പ് എണീറ്റു, ഒരു 3 മണിക്ക് തുടങ്ങി മോനെന്ന് വിളി തുടങ്ങി. എവിടെ? വാട്ടർ ബെഡിലാണെങ്കിൽ അല്ലെങ്കിൽ എയർ ബെഡിലാണ്. മൂത്രത്തിന് ട്യൂബുണ്ട്, ഒരു സൈഡ് കീറി പൊളിച്ചിട്ട് പിന്നെ മാലിന്യം പുറത്തു പോകാൻ വേറൊരു സംവിധാനമുണ്ട്, മൂക്കിൽ കൂടി ട്യൂബാണ്. ഇങ്ങനെ ട്യൂബ് കൊണ്ട് ഇങ്ങനെ ആകെ കൂടി ചുറ്റി വരിഞ്ഞ് കിടക്കുന്നതിനിടയിലാണ് ഇതൊക്കെ ഒന്ന് സംസ്കരിക്കാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടി മോനെയോ അല്ലെങ്കിൽ മരുമോനെയോ വിളിച്ച് എല്ലാം നീറ്റാക്കി കുളിപ്പിച്ച് കിടത്തി സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ ഇങ്ങനെ ഇടാന്ന് വിചാരിച്ച് ഇങ്ങനെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോ വീണ്ടും ഒരു വിളിയും കൂടി ഡാ അല്ലെങ്കിൽ ഡി എന്നുള്ളത്. അപ്പം ഉണ്ടാകുന്ന തോന്നും, പഠിച്ചോനെ എത്ര നേരമായി ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, ഒരിറ്റു വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പ വിളിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ വിളിച്ചത് എന്നെങ്ങാനും ഒരു ആന്തോളനം ആകുന്ന രൂപത്തിൽ മകന്റെയോ മകളുടെയോ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ഉഫ് എന്ന് പറയാം. അതുപോലെ ഉണ്ടാകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിട്ട് നമ്മളെ പഠിപ്പിച്ചത്. പിന്നെന്താ വേണ്ടത്? വഹ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. തൂവൽ സ്പർശമുണ്ടല്ലോ, അത് ഇങ്ങനെ ഒതുക്കി കൊടുക്കാൻ. ഒരു തള്ളക്കോഴി മക്കളെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ആജ്ഞാപിക്കുന്നത്. ആ പൊന്നു മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന ഒരു കൗമാരവും യൗവനവും ഒക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മഹാപാപത്തിന്റെ ദുരന്തം ഇന്നും വ്യാപനം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടി മാത്രമാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു വഖതലുൻ നഫ്സി, കൊലപാതകം, വല്യമീൻ എന്നും പറയാം, കള്ളസത്യം ചെയ്യുക, നാവെടുത്താൽ കളവ് പറയുന്ന ആളുകളായി മാറുക, അപഹരിക്കുക, സ്വത്ത് എങ്ങനെയെങ്കിലും ഒക്കെ കൊള്ളയടിക്കുന്ന ആളുകളായി മാറുക, ഏതെങ്കിലുമൊക്കെ ചതിപ്രയോഗത്തിലൂടെ, എളുപ്പമാർഗത്തിലൂടെ, വക്രമാർഗത്തിലൂടെ, എളുപ്പവഴിയിലൂടെ സമ്പാദ്യം സ്വരൂപിട്ടുന്ന ഒരു ആധുനിക തലമുറയ്ക്ക് മുൻപിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകങ്ങളൊക്കെ തങ്കലിപ്പികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ശരിയായ ധാർമ്മിക ചിന്തയിലൂടെ മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസിന ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.